Lord, praise the Lord, praise the Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ഒരു സന്ധ്യയാകും കർത്താവിന്റെ പാദപ്പെടുത്തിൽ കടന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്തു. മഹാനായ വർഷിപ്പ് സെന്ററിന്റെ പ്ലാറ്റ്ഫോമിലൂടെ വലിയാവിനാവുന്ന കർത്താവിനെ ഉയർത്തുവാൻ തക്കവണ്ണം അരിമനുഷ്യர்கள் ഒരുക്കെത്തുന്ന വലിയ സമയത്തെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഏഴാതടിയിലെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവത്തിന്റെ മക്കൾക്കും ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ പറയുന്നു. വലിയവനാകുന്ന കർത്താവ് തന്റെ ഭക്തന്മാരെ കാത്തു പരിപാലിച്ച് അനുഗ്രഹിക്കുവാൻ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. മാത്രമല്ല, ഈ രാത്രികാലം തിരുവചനം കേൾക്കുന്ന എല്ലാവരുടെയും അവരുടെ ജീവിതത്തിൽ എല്ലാ വഴികളിലും അനുഗ്രഹത്തിന്റെ വലിയ മാരി ചൊരിഞ്ഞ് കർത്താവ് ജയോത്സവമായി നടത്തേണ്ടതിനായി ദൈവകരത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുക്കാൻ ഇടയായി തീർന്ന ദൈവത്തിന്റെ വചനം മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 57-58 വാക്യങ്ങളാണ്. ആമേൻ. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കും: സന്ധ്യയായപ്പോൾ അരിമത്യക്കാരൻ യോസഫ് എന്ന ധനവാനും താനും യേശുവിന്റെ ശിഷ്യനാകയാൽ വന്ന് പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു. പീലാത്തോസ് അത് ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ, സ്തോത്രം. പീലാത്തോസ് അത് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കൽപ്പിച്ചു എന്ന് അവിടെ വായിക്കുന്നു. ഒരിക്കൽ കൂടെ വായിക്കുന്നു: സന്ധ്യ ആയപ്പോൾ അരിമത്യക്കാരനായ യോസഫ് എന്ന ധനവാൻ താനും യേശുവിന്റെ ശിഷ്യനായിരിക്കയാൽ വന്നു പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു. പീലാത്തോസ് അത് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ആ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനെ നന്ദിയോടെ സ്തോത്രം. ഈ നല്ല രാത്രിക്കാരൻ ഒരുക്കി തന്നവനായ പുണ്യപ്രിയന്റെ വലിയ കരം അത്ഭുതത്തിനായി നീട്ടി മാനിച്ച് ജയോത്സവമായി നടത്തുന്നത് കൊണ്ട് സ്തുതിക്കുന്നു. ഈ രാത്രിയുടെ ശ്രദ്ധയോടെ കേൾക്കുവാൻ മനസ്സോടെ കടന്നു വരുന്ന ജീവിതങ്ങളിലെ ക്രിസ്തുയേശുവിൽ അനുഗ്രഹിക്കുമാറാകണം. ഈ രാത്രികാലം ഏതെല്ലാം വിഷയങ്ങളുമായി ദൈവത്തിന്റെ മക്കൾ പ്രാർത്ഥനയ്ക്കായി കടന്നു വരുന്നവർക്കെല്ലാം സുഖമായ ഒരു ജീവിതാനുഭവം, സമാധാനം, സന്തോഷം, പ്രത്യാശയെല്ലാം നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അനേകർ യേശുവിലേക്ക് ആകർഷിക്കപ്പെടുവാൻ, ദൈവമാകയാൽ തീരുവാൻ അവനിലുള്ള ഭക്തിയോടെ നിൽപ്പാനും കൃപ ചെയ്യേണ്ട കർത്താവേ. സാധുക്കളാകുന്ന ഞങ്ങളോട് മനസ്സറിഞ്ഞതിന്റെ കുഞ്ഞുങ്ങളാകുന്ന ഞങ്ങളെ ശക്തിയോടും ബലത്തോടും ജയത്തോടും പ്രത്യാശയോടും നിറയ്ക്കുവാൻ അപ്പോൾ നീ ശക്തനായിരിക്കുക. ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. നിന്റെ ദയ, അവിടുത്തെ കരുണകാവലെല്ലാം ഞങ്ങൾക്കായി തരണമേ. അവിടുത്തെ സാന്നിധ്യം കൊണ്ട് മറയ്ക്കണമേ. നിന്റെ കൃപയ്ക്കൊണ്ട് നിറയ്ക്കണം. ബലവും ശക്തിയും ദയയും കൃപയും കരുണയും കാവലും എല്ലാം ഉണ്ടാകേണ്ടതിനായി മഹത്വത്തിന്റെ പ്രഭുവെ കൂടെ ഇരിക്കണമേ. സൈന്യങ്ങളുടെ യഹോവേ, അവിടുന്ന് ശക്തീകരിക്കേണ്ടതിനായി പ്രാർത്ഥന. അല്പസമയം നിരന്തരവുമായി നിൽക്കുമ്പോൾ ഇലക്ട്രിസിറ്റിക്കോ നെറ്റ് സംവിധാനത്തിന് ദോഷമൊന്നും വരാതെ കാക്കണം. ആമേൻ. ഇതിന് വലിയ ആത്മപ്രവാഹം ജനത്തിന്റെ മധ്യ പകരപ്പെടുവാനിടയാക്കേണ്ടതിനായി സ്തുതിക്കുന്നു. പ്രാർത്ഥനയെ യാചനയെ കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. തിരുവചനം കേൾക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് ഒരു വലിയ അനുഗ്രഹം കർത്താവ് ഒരുക്കട്ടെ. ഇന്ന് രാത്രികാലം ചിന്തയ്ക്ക് വേണ്ടി ഒരുക്കിയത് ആമേൻ ഞാൻ ഓർപ്പിച്ചല്ലോ. അരിമത്യക്കാരനാകുന്ന യോസഫ് യേശുവിന്റെ ശിഷ്യനായിരുന്നു. പക്ഷേ ആ ശിഷ്യനായിരിക്കുമ്പോൾ തന്നെ താനിങ്ങനെ ശിഷ്യനാണ് എന്ന് പരസ്യമായിട്ട് ഒരിടത്തും പ്രഖ്യാപിച്ചതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. അവര് യേശു കർത്താവിനെ ക്രൂശിച്ചതിന് ശേഷം
സന്ധ്യയായപ്പോൾ അടുത്ത ദിവസം ശബത്താകിയാൽ ആ ശവശരീരം അവിടെ ക്രൂശിൽ നിൽക്കരുത്, കാണരുത് എന്നുള്ള താല്പര്യത്തോടെ അടുത്ത് ചെന്ന് പീലാത്തോസിന്റെ അടുക്കൽ രഹസ്യമായി ചെന്ന് ചോദിച്ചു. ആമേൻ ഹല്ലേലൂയ. അവിടെ ആ യേശുവിനെ അനുഗമിച്ചു വന്നതായ പല സ്ത്രീകളും ആ ദൂരത്ത് നോക്കിക്കൊണ്ട് നിന്നതായിട്ട് കാണുവാനിടയായിത്തീരുന്നുണ്ട്. മറ്റെല്ലാക്കാലത്തെ മറിയയും യാക്കോബിന്റെ അമ്മ യോസഫിന്റെയും അമ്മയായ മറിയയും സബദീപുത്രന്മാരുടെ അമ്മയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു എന്ന് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അത് സന്ധ്യയായപ്പോൾ അരിമത്യക്കാരനായ യോസഫ് എന്ന ധനവാൻ താനും യേശുവിന്റെ ശിഷ്യനായിരിക്കാൻ വന്ന് പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു. പീലാത്തോസ് അത് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കൽപ്പിപ്പാനിടയായി തീർന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത ദിവസം ശബത്തല്ലായിരുന്നെങ്കിൽ ആ ശരീരം ആ ക്രൂശിൽ തന്നെ കിടക്കുമായിരുന്നു. യേശുവിന്റെ ശരീരം സാധാരണയായി എങ്ങനെയാണ് അവിടെ കണ്ടുവരാറുള്ളത്? ക്രൂശിൽ മരിച്ചു കിടക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ അവിടെ കിടന്ന് മരിക്കുന്നത് വരെ കിടക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത ദിവസം ശബത്താണെങ്കിൽ അങ്ങനെയുള്ളവരെ ശബത്തിൽ അവരുടെ കാലൊടിച്ചെടുക്കുക ഒരു പതിവുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ യേശുവിനെ സംബന്ധിച്ച് അങ്ങനെയൊന്നും സംഭവിച്ചില്ല. യേശുവിന്റെ അടുക്കിലേക്ക് ചെന്ന് നോക്കുമ്പോൾ യേശു തോളിൽ തല ചായ്ച്ച് ആ പ്രാണനെ വെടിച്ചു കിടക്കുന്നതാണ് കാണുവാനിടയായി തീർന്നെങ്കിലും പടയാളികൾ ഒരുവൻ മരിച്ചോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തുവാൻ തക്കവണ്ണം യേശുവിന്റെ വിലാപുറത്ത് കുത്തിയതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ്തനാണ്. ഇവിടെ പീലാത്തോസിന്റെ അടുക്കിലേക്ക് ചെന്നു. നമ്മുടെയൊക്കെ വേദപുസ്തകത്തിൽ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ചരിത്രം പഠിക്കുമ്പോൾ, സുവിശേഷം പഠിക്കുമ്പോൾ അരിമത്യക്കാരനാകുന്ന ഒരു ശിഷ്യനെ കുറിച്ച് ഒരിടത്തും യേശു പറഞ്ഞിട്ടില്ല. മറ്റു 12 ശിഷ്യന്മാരും മറ്റനേകര് യേശുവിന്റെ പിന്നാലെ കടന്നു ചെന്നവരെ കുറിച്ചൊക്കെ ഇങ്ങനെ കേൾക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ യോസഫ് യേശുവിന്റെ ശരീരം എടുത്തു നിർമ്മലശീലയിൽ പൊതിഞ്ഞു താൻ പാറയിൽ വെട്ടിയുണ്ടാക്കിയിരുന്നതായ കല്ലറയിൽ ആമേൻ ഹല്ലേലൂയ അടക്കം ചെയ്തതായിട്ട് നമുക്ക് അവിടെ വായിക്കുവാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. ആ കാലഘട്ടത്തിലെ ചരിത്രം നോക്കിയാൽ ക്രൂശിൽ കിടന്ന് മരിച്ച ഒരാളുടെ ശരീരം മണ്ണിൽ ഇറക്കി കിടത്താറില്ല. അങ്ങനെ കിടത്തിയാൽ അവിടുത്തെ അല്ലെങ്കിൽ ഭൂമിദേവി അതിന് കോപിക്കുമെന്നൊക്കെയാണ് ചിന്ത. അവരുടെ വിചാരങ്ങൾ അവർ പറഞ്ഞു വരുത്തുന്നത്. ആ ജലത്തിൽ എടുത്തിടാറില്ല, അല്ലെങ്കിൽ കുളിപ്പിക്കാറുമില്ല. ജലദേവത അതിന് കോപിക്കും. എന്നാൽ ദഹിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ അത് ചെയ്യല. അഗ്നിദേവന് അത് കോപത്തിന് കാരണമായി തീരും. ഇങ്ങനെയൊക്കെ ആ കാലഘട്ടത്തിൽ ചിന്തകൾ ഉള്ളത് കൊണ്ട് പലരും അങ്ങനെയൊന്നും ചെയ്യാറില്ല. എന്നാൽ ഇവിടെ യേശുവിന്റെ ശരീരം പീലാത്തോസിനോട് ചോദിച്ചപ്പോൾ അരിമത്യക്കാരൻ യോസഫിന്റെ വാക്ക് മാനിച്ചുകൊണ്ട് അദ്ദേഹം അത് കൊടുപ്പാൻ തക്കവണ്ണം കൽപ്പിക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നാം പഠിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത് ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ അതിന്റെ 50-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ആമേൻ ഹല്ലേലൂയ. അവിടെ മറ്റു ശരീരം അടക്കം ചെയ്യുമ്പോൾ ആരെല്ലാം ഉണ്ടായിരുന്നു, എങ്ങനായിരുന്നു എന്ന് അവിടെ വ്യക്തമായി വെളിപ്പെടുത്തുന്നത് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ആ 50-ാമത്തെ വാക്യത്തിൽ പ്രകാരം കാണുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇതിലോ അവിടെ പറയുന്ന അരിമത്യ എന്നൊരു യഹൂദ്യ പട്ടണക്കാരനായി നല്ലവനും നീതിമാനും ദൈവരാജ്യത്തെ കാത്തിരിക്കുന്നവനുമായ യോസഫ് എന്നൊരു മന്ത്രി ഉണ്ടായിരുന്നു എന്നാണ്. അവനൊരു മന്ത്രി കൂടെയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവരാജ്യത്തെ കാത്തിരിക്കുന്നവനായിരുന്നു. ആയിരുന്ന ദൈവത്തെ അനുഗമിക്കുന്ന, ദൈവത്തിനായി നിൽക്കുന്ന, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിൽക്കുന്ന എല്ലാ ദൈവത്തിന്റെ മക്കളും അരിമരക്ഷകനാകുന്ന യേശുവിന്റെ വരവിനെ കാത്തിരിക്കുന്നവരാ. ഇവിടെ അരിമത്യ എന്നൊരു യഹൂദ പട്ടണക്കാരനായി നല്ലവനും നീതിമാനും ദൈവരാജ്യത്തെ കാത്തിരിക്കുന്നവനുമായ യോസഫ് എന്നൊരു മന്ത്രി. അവന് അവരുടെ ആലോചനയ്ക്കൊന്നും
ആ പ്രവൃത്തിക്കും അനുകൂലമായിരുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. യേശുവിനെ ക്രൂശിക്കാൻ ഒരുങ്ങുമ്പോഴോ, ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം, പിടിച്ചു കെട്ടുമ്പോഴോ, വിസ്തരിക്കുമ്പോഴോ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും താൻ കൂട്ടുനിന്നില്ല, ഹല്ലേലൂയ, എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നുണ്ട്. എന്നാൽ പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് ശരീരം ചോദിച്ച് അതിറക്കിയ ഒരു ശീലയിൽ പൊതിഞ്ഞ് പാറയിൽ വെക്കുന്നതിന് ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്തതുമായ അന്നുവരെ ഒരു നാളും ആയിരുന്നു. അങ്ങനെ അന്നൊരു ഒരുക്കനാളായതുകൊണ്ട് ശബത്തും ആരംഭിച്ചു. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുവാനിടയായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവിടുന്ന് ഗലീലയിൽ അവനോടുകൂടെ പോകുന്നതായ സ്ത്രീകളും പിന്നാലെ ചെന്ന് കല്ലറയിൽ അവന്റെ ശരീരം വെച്ച വിധവും എല്ലാം അവർ കണ്ടു എന്ന് അവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. എങ്ങനെ ഒരു ശവശരീരം സംസ്കരിക്കപ്പെടണമോ ആ നിലകളിലെല്ലാം ഒരുക്കിയാണ് അത് ചെയ്യാൻ തക്കവണ്ണം ഇടയായി തീർന്നത് എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ അതിന്റെ 19-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുപോയാൽ നമുക്കവിടെ സാധിക്കുന്നത് യഹൂദന്മാരെ പേടിച്ചിട്ട് രഹസ്യത്തിൽ യേശുവിന്റെ ഒരു ശിഷ്യനായിരുന്ന അരിമത്യയിലെ യോസഫ് എന്നവർ രഹസ്യത്തിൽ മറ്റുള്ളവരെ പേടിച്ചിട്ടാണ്. ദൈവത്തിന്റെ സ്തോത്രം. യഹൂദന്മാരെ പേടിച്ചിട്ട് യേശുവിന്റെ ഒരു ശിഷ്യനായിരുന്നു രഹസ്യത്തിൽ. ആ യോസഫ് യേശുവിന്റെ ശരീരം എടുത്ത് കൊണ്ടുപോകുവാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവദിക്കയാൽ അവൻ വന്ന് അവന്റെ ശരീരം എടുത്തു. ആ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന നിക്കോദീമോസും ഏകദേശം 100 രാത്രി മൂറും അഖിലവും കൊണ്ടുള്ള ഒരു കൂട്ടും കൂടെ കൊണ്ടുവന്നു പറഞ്ഞത്. നിക്കോദീമോസും കൂടെ കൂടി വന്നിട്ട് 100 റാത്തിൽ 100 അഖിലും കൂടെ ഉള്ളതായ ഒരു കൂട്ട് സൗരഭ്യവാസന ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, യഹൂദ മര്യാദ പ്രകാരം മൃതശരീരം അടക്കം ചെയ്യുമ്പോൾ അതിനെ പൊതിഞ്ഞ് കെട്ടുന്നതാണ്. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ ഒരു മിശ്രിതം കൊണ്ടുവന്ന് അവർ യേശുവിന്റെ ശരീരം എടുത്ത് യഹൂദന്മാർ ശവം അടക്കുന്ന മര്യാദ പ്രകാരം അതിനെ സുഗന്ധ വർഗത്തോടു കൂടെ ശീലയിൽ പൊതിഞ്ഞു കെട്ടി എന്ന് നമുക്ക് അവിടെ കാണുവാനിടയായിത്തീരും. അവൻ ആ കാലഘട്ടത്തിലെ യഹൂദന്മാർ ശവസംസ്കാരം അല്ലെങ്കിൽ മൃതശരീരം അടക്കം ചെയ്യുവാൻ പൊതിഞ്ഞു കെട്ടുന്നത് പോലെ തന്നെയാണ് അവർ 20 ചേർന്ന് നിക്കോദീമോസും അരിമത്യക്കാരൻ യോസഫും കൂടെ അത് ചെയ്തതെന്ന് കാണുവാനിടയായിത്തീരും. അവനെ ക്രൂശിച്ചത് അതിൽ തന്നെ ഒരു തോട്ടവും, ആ തോട്ടത്തിന് മുമ്പ് ആരെയും വെച്ചിട്ടില്ലാത്ത പുതിയൊരു കല്ലറയും ഉണ്ടായിരുന്നു. ആ കല്ലറയ്ക്ക് സമീപം, ആ കല്ലറ സമീപമാകൊണ്ട് ക്രൂശിച്ചിരുന്നതിനടുത്ത് സമീപമാകൊണ്ട് യഹൂദന്മാരുടെ ഒരുക്കത നിമിത്തം യേശുവിനെ അവിടെ വെച്ചു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. വേദപുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ അനേക യോസഫുമാരെ നമുക്ക് അവിടെ പ്രത്യേകമായി കാണുവാനിടയായിത്തീരുന്നുണ്ട്. എന്നാൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം, ഈ യോസഫിനെ സംബന്ധിച്ച് പറയുമ്പോൾ യേശുവിന്റെ ഒരു രഹസ്യ ശിഷ്യനായിരുന്നു. യേശുവിനെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. അതുകൊണ്ടാണ് മറ്റുള്ളവരെക്കാൾ അധികമായിട്ട് പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് അടുക്കൽ ചെല്ലാനുള്ള ആ അധികാരവും എല്ലാം തനിക്കുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനിടയായിത്തീരും. അങ്ങനെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ തനിക്ക് യേശുവിന്റെ ശരീരം വിട്ടുകൊടുക്കാനിടയായിത്തീരും. വേദപുസ്തകത്തിൽ നാം പഠിക്കുമ്പോൾ യാക്കോബിന്റെ മകനായ യോസഫിനെ നമുക്ക് കാണാം. യേശുവിന്റെ അമ്മ മറിയയുടെ ഭർത്താവായിട്ട് വന്ന യോസഫിനെ കാണാം. അങ്ങനെ അനേക യോസഫുമാരെ വേദപുസ്തകത്തിൽ വെളിപ്പെടും. എന്നാലും പ്രധാനികളായിരിക്കുന്ന ഇവർ രണ്ടുപേരും നമുക്കൊന്ന് ചിന്തിച്ചാൽ, ഹല്ലേലൂയ, മറിയയുടെ ഭർത്താവായിട്ട് വന്ന യോസഫ്, അല്ലെങ്കിൽ വിവാഹ നിശ്ചയം ചെയ്തിരുന്ന യോസഫ്, ദൈവത്തിന് സ്തോത്രം, അവൻ യേശുവിനെ അമ്മയെ കൂടെ, അല്ലെങ്കിൽ ഉദരത്തിൽ യേശുവിനെ പേറിയിരിക്കുന്ന ആ മറിയാമേനെ രഹസ്യത്തിൽ അഥവാ ഗൂഢമായി രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെട്ടു എന്ന് നമുക്ക് വായിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അങ്ങനെ താൻ പ്ലാൻ ചെയ്തിരുന്നു, അങ്ങനെ ആലോചിച്ചു. എങ്കിലും അന്ന് അവനോട് ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷനായി പറഞ്ഞൊരു കാര്യം ഇതാണ്, അവളിൽ ഉരുവായിരിക്കപ്പെട്ടിരിക്കുന്ന പ്രജ വിശുദ്ധ പ്രജയാണ്. അവൾ പരിശുദ്ധാത്മാവിനാലാണ് അങ്ങനെ ഒരു പ്രജ അവളുടെ ഉദരത്തിൽ ഉരുവായിരിക്കുന്നത്. അതുകൊണ്ട് യോസഫേ, നീ അവളെ ചേർത്ത് കൊള്ളുവാൻ മനസ്സ് മടിക്കണ്ട, ചേർത്ത് കൊള്ളുവാൻ നിനക്ക് മനസ്സുണ്ടാകണം എന്നാ പറയാനിടയായി തീർന്നു.
യോസഫ് അത് അംഗീകരിച്ചു. മറിയയുടെ പ്രസവം വരെ അവർ നമ്മളെ പരിഗ്രഹിച്ചില്ല എന്ന് നമുക്ക് കാണുവാനിടയായിത്തീരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശിശുവിന്റെ ജനനം എവിടായിരുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധ്യമല്ല. അവൻ ആ കാലഘട്ടത്തിൽ യഹൂദന്മാർ പേർവഴി ചേർത്തേണ്ട കാലമായതുകൊണ്ട് അവരെല്ലാം ദേശത്തേക്ക് വന്നത് കൊണ്ട് വഴിയമ്പലത്തിൽ പോലും ഇടയില്ലാത്തൊരു സാഹചര്യത്തിലാണ് പ്രൈസ് ദി ലോർഡ് യേശുവുമായിട്ട് മറിയയുമായിട്ട് യോസഫ് കടന്നു പോകാൻ ഇടയായി തീർന്നത്. അനേക ഇടങ്ങളിൽ ഇടം അന്വേഷിച്ചെങ്കിലും അവിടെങ്കിലും ലഭ്യമായില്ല. അവസാനം അതിൽ എവിടെയോ വെച്ച് തനിക്ക് പ്രസവിക്കാൻ ഇടയായി തീർന്നു. അതിന് ശേഷമായിട്ട് ദൈവത്തിന് സ്തോത്രം അവിടെ പുൽത്തൊട്ടിയിൽ കൊണ്ട് കിടത്തിയതായി കാണുവാൻ നമുക്ക് സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തിന്റെ വചനം നാം പഠിക്കുമ്പോൾ യോസഫ് അതുവരെ മറിയെ കൂട്ടിക്കൊണ്ട് നടന്നതായിട്ട് നമുക്ക് കാണാം. ഉപേക്ഷിക്കുവാൻ മനസ്സ് വന്നിട്ടും ഉപേക്ഷിച്ചില്ല. കാരണം ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചുകൊണ്ട്. പലപ്പോഴും നമ്മുടെ ഹൃദയത്തിന്റെ നിരൂപണങ്ങളും വിചാരങ്ങളും ദൂരത്ത് നിറഞ്ഞിട്ട് നാം പലതും ചെയ്യാനൊരുക്കുമ്പോൾ വേണ്ട അരുത് എന്ന് പറയുന്ന ദൈവശബ്ദം നമ്മുടെ കഥകളിൽ നമുക്ക് കേൾക്കാനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ തന്നോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആ ദൂതൻ പറഞ്ഞ വാക്കുകൾ അവൻ അംഗീകരിച്ചു. യേശുവിനെ കാണുവാൻ കടന്നു വരുന്നതായ വിശേഷമായി വാൽനക്ഷത്രം കിഴക്ക് കണ്ടവർ ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. തേജസ് മനസ്സിലാക്കി എവിടെയോ ഒരു ദിവ്യമാർന്ന പിറവി നടന്നിട്ടുണ്ട്, ദീപിറവി നടന്നിട്ടുണ്ട്, കാണണമെന്ന് പറഞ്ഞുകൊണ്ട് 3 പ്രൈസ് ദി ലോർഡ് ആട്ടിടയന്മാർ കടന്നുപോയതായി കാണുവാൻ ഇടയായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവർ കടന്നു ചെന്ന് യേശുവിനെ അന്വേഷിച്ചെങ്കിലും കണ്ടില്ല. അവർ കടന്ന് രാജാവിന്റെ കൊട്ടാരത്തിൽ ചെന്ന് അവിടെ ചെന്ന് അന്വേഷിച്ചില്ല. ദിവ്യനക്ഷത്രമായതുകൊണ്ടാണ് അങ്ങനെ കടന്നുപോയത്. നക്ഷത്രം കൊട്ടാരത്തിന്റെ മുകളിൽ ചെന്നപ്പോൾ അവിടെ നിൽക്കാൻ ഇടയായി തീർന്നു. എങ്കിലും രാജാവ് പറഞ്ഞത് ഇവിടെ ഇല്ല, അങ്ങനെ ഒരു ജനം നടന്നിട്ടില്ല. പിന്നെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുക. നിങ്ങൾ മടങ്ങി വരുമ്പോൾ എന്നെ കൂടെ അറിയിക്കണമേ. എനിക്ക് കടന്നുപോയി അവനെ ഒന്ന് കണ്ട് നമസ്കരിക്കേണ്ടത് ആവശ്യമാണെന്നൊക്കെ താൻ ഓർപ്പിക്കാൻ ഇടയായി തീർന്നെങ്കിലും അവർ യേശുവിനെ കണ്ട് പൊന്നും ഒരു കുന്തിരക്കം കാഴ്ചവെച്ച് മടങ്ങി. അവരുടെ മടക്കയാത്രയിൽ ദൈവത്തിന്റെ ദൂതൻ അവർക്ക് പ്രത്യക്ഷമായി. അവരിനി അതുവഴി പോകരുത്, മറ്റൊരു വഴിയിലൂടെ പറഞ്ഞയക്കുവാൻ ഇടയായിത്തീർന്നു. ദൈവത്തിന്റെ സ്തോത്രം. ദൈവം തന്റെ പദ്ധതികൾ ഹല്ലേലൂയ തന്റെ ഭക്തന്മാരോട് അറിയിക്കുകയും അവരതനുസരിച്ച് യാത്ര ചെയ്യുകയും ചെയ്യുന്നതായിട്ട് കാണാം. നമ്മുടെ ശുശ്രൂഷാ മേഖലകളായിരുന്നാലും ദൈവവചന ഘോഷണമായിരുന്നാലും ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിന്റെ ഹിതം അതിനനുസരിച്ച് നാം ചെയ്യുവാൻ ഒരുങ്ങുന്നെങ്കിൽ ഒരിക്കലും ഒരു സ്ഥാനത്തും പരാജയപ്പെടുത്താൻ പലരും നോക്കിയെന്നിരിക്കാം. ഹല്ലേലൂയ. കാരണം വിളിച്ചവൻ വിശ്വസ്തനാണ്. അവൻ ധൈര്യത്തോടെ നമ്മെ ജയത്തോടെ നടത്തും. പലരും നമ്മുടെ പരാജയം കാണാൻ കാത്തിരിക്കും, പക്ഷെ അവിടെങ്ങും പരാജയപ്പെടില്ല. യേശുവിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ അവിടെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യേശു അങ്ങനെ വളരുവാൻ തക്കപ്പെട്ട ഇടയായിത്തീർന്നു. മറ്റൊരു യോസഫിനെ കുറിച്ച് നമുക്കറിയാമല്ലോ. യാക്കോബിന്റെ മകനായ യോസഫ്. യാക്കോബിന്റെ 12 പുത്രന്മാരിൽ 10-ാമത്തവൻ 11-ാമത്തവനായിരുന്നു. ഹല്ലേലൂയ. റാഹേലിൽ ജനിച്ച 2 പുത്രന്മാരിൽ ഒരുവൻ, മൂത്തവൻ. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തവന് ഒരുവന് യോസഫ് എന്ന് പേരിട്ടു, രണ്ടാമത്തവന് ബെനോനി എന്ന് പേരിട്ടു. ബെനോനി എന്ന് പേരിടുമ്പോൾ അവന്റെ അമ്മ വേദനയോട് പ്രസവിച്ചത് കൊണ്ടാണ്. അവസാന നിമിഷത്തിൽ സൂതികർമ്മിണിയോട് ചോദിച്ചു, കുട്ടി? അവൾ പറഞ്ഞ ആൺകുട്ടിയാണ്. എന്നാൽ അവന് ബെനോനി എന്ന് പേരിടാൻ പറഞ്ഞു. അങ്ങനെ ആ പേരിട്ട് യോസഫ് അവനെ പിൽക്കാലത്ത് അത് ബെന്യാമീനാക്കി മാറ്റി. യോസഫിനെ സംബന്ധിച്ച് പറഞ്ഞാൽ യോസഫിനോട് ഏറ്റവും അധികം താല്പര്യം, താൻ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട തന്റെ ഭാര്യയിൽ നിന്ന് ജനിച്ച ഓമനപുത്രനായതുകൊണ്ട് യോസഫ് അവന് ഏറ്റവും അധികം സ്നേഹിച്ചു. മറ്റ് 11 പുത്രന്മാരെക്കാൾ സ്നേഹിക്കുക മാത്രമല്ല, അവനൊരു നിലയങ്കി കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, നാം ദൈവത്തിന് വേണ്ടി നിന്നാൽ, നമ്മുടെ കർത്താവ് നമ്മെ ഏറ്റവും അധികം സ്നേഹിച്ചാൽ, യോസഫിന് ലഭിച്ചതുപോലെ നമുക്ക് ഒരു അംഗീകാരം അവന്റെ മുമ്പിൽ ലഭ്യമാകുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. അതിന് നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്നവരായി, ഇഷ്ടമക്കളായി, ഇഷ്ടപുത്രന്മാരായി നിൽക്കുവാൻ തക്കവണ്ണം നാം ഒരുങ്ങുന്നെങ്കിൽ ആ നിലകളിൽ ഒരു നല്ല അനുഭവത്തെ നമുക്ക് കർത്താവ് വെളിപ്പെടുത്തി തരുവാൻ ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യാക്കോബ് ജ്യേഷ്ഠന്മാരുടെ മുൻപിൽ ഒരു വലിയ ഭാരമായി തീർന്നു. കാരണം അപ്പൻ അവനെ സ്നേഹിച്ചത് കൊണ്ട് അവന് നിലയങ്കി കൊടുത്തു, കൊന്നു. രണ്ടാമത് അവൻ സ്വപ്നക്കാരനായിരുന്നു. സ്വപ്നം കാണുന്നത് രഹസ്യമായി വെക്കാറില്ല. ദൈവത്തിന് സ്തോത്രം. അത് പരസ്യപ്പെടുത്തുന്ന ഒരു അനുഭവം കൂടെ യോസഫിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു.
യോസഫ് ഒരിക്കലെങ്കിൽ തന്റെ സഹോദരന്മാരുടെ എന്ന് പറഞ്ഞു, നമ്മളെല്ലാം കൊയ്യാൻ പോയി, നമ്മൾ 12 പേര് പോയി, 11 പേരുടെ കറ്റകൾ എന്റെ വന്നു. 11-12 കറ്റ എന്റെ കറ്റയെ വന്ന് നമസ്കരിക്കുന്നതായിട്ട് കണ്ടു. ദൈവത്തിന് സ്തോത്രം. നീ ഞങ്ങളുടെ രാജാവാകുമോ എന്ന് പരിഹസിച്ച് ചോദിച്ചുകൊണ്ട് അവനെ എല്ലാവരും അധിക്ഷേപിച്ചു. അന്നു മുതലേ അവരുടെ ഉള്ളത്തിൽ അവനോട് പക ഉണ്ടായി തുടങ്ങി എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രിയമുള്ളവരെ, പലപ്പോഴും നാം കാണുന്ന സ്വപ്നങ്ങളും നാം കാണുന്ന ദർശനങ്ങളും നമുക്ക് ലഭിക്കുന്നതായ വെളിപ്പാടുകളും അത് മറ്റുള്ളവർ അറിയുമ്പോൾ പലപ്പോഴും സന്ദർഭത്തിൽ നമുക്കതൊക്കെ ഭാരമായി ഉളവാകാറുണ്ടെങ്കിലും ഹാലലുയ നാം അവയൊന്നും വകവയ്ക്കാതെ ദൈവത്തിനായി നിൽക്കുക ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. കാരണം ദൈവം അറിഞ്ഞു തരുന്ന വെളിപ്പാടാ, ദൈവം അറിഞ്ഞു തരുന്ന ദർശനമാ, ദൈവം അറിഞ്ഞു തരുന്ന ആലോചനകളാ, ദൈവം തരുന്ന സ്വപ്നങ്ങളാ, അതെല്ലാം യാഥാർത്ഥ്യമായി വരേണ്ടതുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇങ്ങനെ ദൈവം കൊടുത്തത് അവൻ അറിയിച്ചു, അതവർക്ക് ഭാരമായി തീർന്നു. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ 13 നക്ഷത്രങ്ങൾ വന്ന് അവനെ നമസ്കരിക്കുന്നതായി കണ്ടു. അത് അവന്റെ അപ്പനും കൂടെ അറിഞ്ഞു. ഞാനും നിന്റെ അമ്മയും കൂടെ നിന്നെ നമസ്കരിക്കുമോ എന്നുകൂടെ ചോദിച്ച് അവനെ ശകാരിക്കാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. യോസഫിന്റെ അവനോട് പിതാവ് പറഞ്ഞ ശകാരം അവനെ ഒതുക്കാനല്ല. ദൈവത്തിന് സ്തോത്രം. സഹോദരന്മാർക്ക് അവനിലുള്ളതായ ശത്രുത്വം വർദ്ധിക്കാതിരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാ ദൈവത്തിന് സ്തോത്രമെങ്കിലുമൊക്കെ അവരുടെ ജീവിതത്തിൽ ഭാരമായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ നിന്നെ ഞങ്ങൾ നമസ്കരിക്കുമോ, നീ ഞങ്ങൾക്ക് രാജാവായി തീരുമോ എന്നുള്ള ചോദ്യത്തിന്റെ മറുപടി അവൻ പിൽക്കാലങ്ങളിൽ അതവർക്ക് മുമ്പിൽ വെളിപ്പെടാനിടയായി തീർന്നു. തന്റെ സഹോദരന്മാരെ അന്വേഷിച്ച് ചേർന്നതായ യോസഫിനെ അവർ തന്റെ അങ്കി ഊരിയെടുത്ത് അത് വലിച്ചു കീറി ഖാലേരി അതിനുശേഷമായിട്ട് അവനെ പിടിച്ചൊരു പൊട്ടക്കിണറ്റിലിട്ടു. എന്നാൽ പൊട്ടക്കിണറ്റിൽ കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവന് സ്വപ്നം പോയില്ല, അവൻ നിരാശനായില്ല, അവൻ ക്ഷീണിച്ചു പോയതുമില്ല. അവിടെയൊക്കെ അവൻ വളരെ പ്രത്യാശയോടെ കാത്തിരിക്കാനിടയായി തീർന്നു. പ്രതികൂലത്തിന്റെ കാറ്റുകളോ ശക്തികളോ പ്രതികൂലത്തിന്റെ നിലപാടുകളോ നമുക്ക് പിന്നിൽ കടന്നു വന്ന് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നെങ്കിൽ നാം അവിടെ അധൈര്യപ്പെട്ടു പോകാതെ അതിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിച്ചാൽ നമ്മെ ബലപ്പെടുത്തുന്നവനായ കർത്താവിന്റെ വലിയ പ്രവൃത്തി നമ്മുടെ കണ്ണുകളിൽ കണ്ട് നമുക്ക് സന്തോഷിപ്പാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മോട് കൂടിയിരിക്കും. ദൈവത്തിന്റെ കരം നമ്മെ ജയോത്സവമായി നടത്തും. ഇവിടെ യോസഫ് അതിന് ഭാരപ്പെട്ടില്ല. പൊട്ടക്കിണറ്റിലാണ് ഇട്ടത്, പൊട്ടക്കുഴിയിലാണ് ഇട്ടത്. ഇവിടെ കിടന്ന് ഞാൻ മരിച്ചു പോകുമോ എന്നൊന്നും ചിന്തിച്ചില്ലേ. കാരണം അവന് വെളിപ്പാട് അല്ലെങ്കിൽ സ്വപ്നം കൊടുത്തത് കർത്താവാണ്, ദൈവമാണെന്നറിയാം, യഹോവയാകുന്ന ദൈവം. അതുകൊണ്ട് ആ ദൈവത്തിന്റെ ഉദ്ദേശം നിറവേറുമെന്നുള്ളതായ അതേ വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് താൻ ആ പൊട്ടക്കിണറ്റിലിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ ഉച്ച കഴിച്ചപ്പോൾ കച്ചവടക്കാർ വരുന്നത് കണ്ട് അവൻ മിസ്രൈമിലേക്ക് പോകുന്നവരെ കണ്ടിട്ട് അവരെ എടുത്ത് ദൈവത്തിന് സ്തോത്രം അവന് വിറ്റതായി കാണുവാൻ ഇടയായി. 20 വെള്ളിക്കാശിന് അവന് വിറ്റു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവിടെ കിടന്ന് മരിക്കാതെ അഴുകി നഷ്ടപ്പെട്ടവൻ അടിമ കച്ചവടക്കാരുടെ പിന്നാലെ കടന്നു പോകുന്നതായി കാണുവാൻ ഇടയായിത്തീരും. എങ്ങനെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ, അവനെ കൊണ്ടുകളയണ്ട എന്നൊരു താല്പര്യമുള്ളത് കൊണ്ട് അവനെ അവിടെ രക്ഷിച്ച് പറഞ്ഞയക്കുവാൻ ഇടയായിത്തീരം നമുക്ക് കാണും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അടിമച്ചന്തയിൽ ചെന്നപ്പോൾ ഒരു അടിമയായിട്ടല്ല, ഒരു സ്വതന്ത്ര അവനെ കൊണ്ടുപോകാൻ തക്ക വിധത്തിൽ പൊത്തിപ്പേർ അവനെ വന്ന് വിലയ്ക്ക് വാങ്ങി കൊണ്ടുപോകുന്നത് നമുക്ക് കാണുവാൻ ഇടയായിത്തീരും. പ്രിയമുള്ളവരെ, ലോകത്തിന്റെ മുമ്പിൽ നീ അടിമയായി നിന്നെ പലരും ചിത്രീകരിച്ചിരുന്നാലും നിന്നെ അവിടെ സ്വതന്ത്രനാക്കി മാറ്റുന്ന സ്ഥാനമാനങ്ങളെ നൽകി മാനിക്കുന്നവനായ ഒരു കർത്താവുണ്ട് എന്ന് നമുക്കിന്ന് വ്യക്തമായി കാണുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. നമ്മെക്കുറിച്ചുള്ള ദൈവിക ദൗത്യമാണത്. ദൈവത്തിന് സ്തോത്രം. താൻ പൊത്തിപ്പോറിന്റെ ഭവനത്തിൽ പാർക്കുമ്പോൾ യാദൃച്ഛികമായിട്ട് തന്റെ അനിഷ്ടമായ സംഭവങ്ങൾ തനിക്ക് നേരെ വന്നെങ്കിലും അവിടുന്നൊക്കെ രക്ഷപ്പെട്ടോടി. തന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു. താൻ അപവാദിയായി മാറി. ദൈവത്തിന് സ്തോത്രം. അവിടെ പൊത്തിപ്പോറിന്റെ കല്ലിൽ തുറങ്കിൽ അടയ്ക്കപ്പെടാൻ ഇടയായി തീർന്നു. താൻ അവിടെ പാർത്തു. ദൈവത്തിന് സ്തോത്രം. അവിടെ ഒരു കുറ്റവാളിയായിട്ടല്ല കിടന്നത് നമുക്ക് മനസ്സിലാക്കാം. കൊട്ടാരത്തിൽ ഫറവോന്റെ അപ്പക്കാരനും അതുപോലെ പാനപാത്രവാഹന്മാരും അവിടുന്ന് ശിക്ഷിക്കപ്പെട്ട് കൽത്തുറങ്കിൽ അടയ്ക്കപ്പെടുമ്പോൾ പൊത്തിപ്പേറിന്റെ ഭവനത്തിലുള്ളതായ കൽത്തുറങ്കിലാണ് കൊണ്ടുവന്നത്. അവിടെ വന്നപ്പോൾ അവർക്ക് ഹാലേലിയ മേൽവിചാരകനായിരുന്നു കൊണ്ട് അവർക്ക് വേണ്ടി ചികിത്സ ചെയ്യുവാൻ തക്കവണ്ണം യോസഫിനിടയായി. അവിടെയും സ്വാതന്ത്ര്യത്തോടെ അവൻ നിർത്തിയത്. ഒരിക്കലും ഹാലേലിയ വിളികേട്ടിറങ്ങിയതിന്റെ ഒരു അടിമയാക്കി, വിളികേട്ടിറങ്ങിയതിന്റെ
അതിന് നികൃഷ്ടമായ ഒരു അനുഭവത്തിലേക്ക് ഒരിക്കലും തള്ളിക്കളയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. കാരണം ദൈവോദ്ദേശം നമ്മിലൂടെ നിറവേറണം, അങ്ങനെയുള്ളവരോട് നിറവേറേണ്ടത് ആവശ്യമാകൊണ്ട് സ്വർഗത്തിലെ ദൈവം തൻ്റെ ബലത്തിൻ്റെ കരത്തിൽ അവിടുന്ന് മറയ്ക്കുകയും പരിപാലിക്കുകയും ചെയ്യുമെന്നുള്ള വസ്തുത നാം യാതൊരു കാരണവശാലും മറന്നു കളയരുത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്താണ് സംഭവിച്ചത്? മിസ്രയീമിൽ കനാനിൽ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം, ക്ഷാമം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഒരു ദിവസം യാക്കോബ് പറയുന്നു, മക്കളെ വിളിച്ചിട്ട് പറയുന്നു, നിങ്ങൾ മിസ്രയീമിൽ ചെന്നാൽ അവിടെ ധാന്യമുണ്ട്, നിങ്ങൾ പോയി വാങ്ങിക്കൊണ്ടുവാ. മകൻ മരിച്ചതിലുള്ള വേദന ഒരു ഭാഗത്ത്, 10 പുത്രന്മാരെ വീണ്ടും മിസ്രയീമിലേക്ക് അയക്കുന്നു, ധാന്യം കൈക്കൊള്ളാൻ. നിങ്ങൾ സൂക്ഷിച്ചു പോകണം, ദോഷമൊന്നും വരരുത്. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. അവരവിടെ ചെന്ന് ധാന്യം കൊള്ളാൻ ചെന്ന് യോസഫിന്റെ മുമ്പിൽ ചെന്ന 10 പേരും ഒരുപോലെ അവനെ നമസ്കരിച്ചു. യോസഫിന്റെ ഉള്ളം തകർന്നു. അവൻ അവിടെ അകത്തുപോയി പൊട്ടിക്കരഞ്ഞു. മിസ്രയീം കൊട്ടാരം മുഴുവനും നടുങ്ങത്തക്ക വിധത്തിൽ അവന്റെ കരച്ചിലിന്റെ ശബ്ദം കേട്ടു. ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടു. ഒന്നാമത് താൻ പറഞ്ഞതായ സത്യം, ഒന്നാമത് താൻ കണ്ടതായ സ്വപ്നം. പ്രിയമുള്ളവരെ, നമ്മുടെ സ്വപ്നങ്ങളൊന്നും പാഴ് സ്വപ്നങ്ങളാവില്ല. പാഴ് കിനാവുകളല്ല, കിനാവുകളല്ല. ദൈവം തരുന്നതെല്ലാം അത് നിശ്ചയമാണ്, യാഥാർത്ഥ്യമായി തന്നെ വെളിപ്പെടാനിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരുമെന്നുള്ള വസ്തുത നാം ഒരിക്കലും മറന്നു കളയരുത്. ആമേൻ. ഹല്ലേലൂയ. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതെ നാം ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുക എന്നുള്ളതാണ്. അവിടെ 2 പേര്, പൊത്തിഫറിന്റെ കൊട്ടാരത്തിലെ 2 ഉദ്യോഗസ്ഥന്മാർ അവിടെ വന്നിട്ട് 2 പേരും ഈ 2 സ്വപ്നങ്ങൾ കണ്ടത് വ്യാഖ്യാനിക്കാൻ ആരും വിചാരിക്കുമ്പോൾ യോസഫ് അതിനെക്കുറിച്ച് പറഞ്ഞത് അപ്പക്കാരനോട് പറഞ്ഞു, നിന്റെ എല്ലാം നഷ്ടമായി തീരുന്നത് നിന്നെ ഛേദിച്ചുകളെയും കൊന്നുകളയും, ആമേൻ, ഇല്ലാതെയാക്കും. മറ്റവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഹല്ലേലൂയ, നീ വീണ്ടും രാജസ്ഥാനത്ത് ചെന്ന് അവിടെ ഔദ്യോഗികമായ പഴയ പോലെ തന്നെ നിന്റെ പ്രവർത്തികൾ ചെയ്യുമെന്ന് പറയുവാൻ ഇടയായി തീർന്നു. ആമേൻ. ജോബ് ചെറിയാനവர்கள் കണ്ടുകൊണ്ടിരിക്കുന്നു, കൊച്ചും കാണുന്നു. ദൈവത്തിന്റെ സ്തോത്രം. എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ വന്ദനമുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. പറയട്ടെ, ദൈവത്തിന്റെ മക്കളെ, നാം കാണുന്ന സ്വപ്നങ്ങളോ കാണുന്നതായ കാഴ്ചപ്പാടുകളോ അതൊന്നും ഒരിക്കലും നമ്മെ ഇല്ലായ്മ ചെയ്യാനുള്ളതല്ല. മറിച്ച് നമ്മിലൂടെ വൻ കാര്യങ്ങളെ ദൈവം ചെയ്യുമെന്നുള്ള വസ്തുതകളെ മനസ്സിലാക്കാം. യോസഫ് പറഞ്ഞ പാറുപാത്രവാഹനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ രാജാവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ നീ എന്നെ കൂടെ ഓർത്ത് എന്റെ കാര്യം ഒന്ന് വെളിപ്പെടുത്തണമെന്ന് പറയാനിടയായി. സമ്മതിച്ചൊക്കെയാ പോയത്. പക്ഷെ അവിടെ ചെന്നിട്ട് ആ കാര്യങ്ങളൊന്നും സംസാരിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും കിട്ടിയില്ല. ദൈവത്തിന് സ്തോത്രം. എങ്കിലും ഹല്ലേലൂയ, രാജാവ് കണ്ടൊരു സ്വപ്നത്തിന്റെ മുമ്പിൽ അതെന്തെന്ന് വ്യാഖ്യാനിക്കുവാൻ അവിടെ ഉള്ളതായ മന്ത്രവാദികൾക്കോ വിചാരകന്മാർക്കോ വിദ്വാൻമാർക്കോ ഒന്നും കഴിയാതെ വന്നൊരു കാലഘട്ടം. അങ്ങനെ വന്നപ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ സ്തോത്രം, പാനപാത്രവാഹകൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അവരുടെ പ്രമാണി പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ കൂടെ അവിടെ കല്ലറയിൽ അല്ലെങ്കിൽ കൽത്തുറങ്കിൽ അടയ്ക്കപ്പെട്ട യോസഫ് എന്ന് പറഞ്ഞൊരുവനുണ്ട്. അവൻ സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാൻ ശക്തനാണ്. അവൻ എന്നെയും അപ്പക്കാരുടെ പ്രമാണിയായവനെ കുറിച്ച് കാഴ്ച കണ്ട് വിവരിച്ചതാണ്. അപ്പക്കാരന്റെ പ്രമാണിയെ കൊന്നുകളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്നെ സ്വതന്ത്രനാക്കുമെന്ന് പറഞ്ഞതനുസരിച്ച് അതേപോലെ സംഭവിച്ചു. സമയമായപ്പോൾ രാജാവിനോട് പറഞ്ഞു, ഹല്ലേലൂയ, യോസഫിന് സമയമായി കൽത്തുറങ്ങിന്ന് പുറത്തു വരുവാൻ. ദൈവത്തിന് സ്തോത്രം. അവനെ അവിടുന്ന് പുറത്തു കൊണ്ടുവന്ന് അനുമതി കിട്ടി. ഒരു കാലത്ത് നഷ്ടപ്പെട്ടതായ നേർമയുള്ള വസ്ത്രം, നഷ്ടപ്പെട്ട ചെരുപ്പ്, നഷ്ടപ്പെട്ട ചെറുത തോൽമാറ്, എല്ലാം അവനെ ധരിപ്പിച്ച് ഹല്ലേലൂയ ദൈവത്തിന്റെ സ്തോത്രം യോഗ്യനാക്കി രാജസന്നിധിയിൽ കൊണ്ടുവന്ന് രാജാവുകളുടെ സ്വപ്നങ്ങൾ പറഞ്ഞു, അതിനെ വ്യാഖ്യാനിച്ചു. എന്താ സംഭവം ഉണ്ടായത്? രാമൻ രാജാവിൻ സ്ഥാനത്ത് രാജാവിന്റെ രാജ്യത്തിലെ 2ാമനാക്കി മാറ്റുവാൻ അവന് ഇടവരുത്തി എന്നാ പറഞ്ഞത്. സ്തോത്രം. സ്വപ്നം കാണുന്നവരെ, നിന്റെ കാഴ്ചകളൊന്നും വൃഥാവായി തീരത്തില്ല. നിന്നെക്കുറിച്ചൊരു ദൈവിക പദ്ധതി ഉണ്ടെങ്കിൽ അത് നിശ്ചയമായിട്ടും അത് നടപ്പിലാകുക തന്നെ ചെയ്യും. ദൈവം അത് കൃത്യമായി ഒരുക്കി എടുക്കും എന്നുള്ള വസ്തുത നാം ഒരു കാരണവശാലും മറന്നു പോകരുത്. അതെല്ലാം ദൈവത്തിന്റെ പദ്ധതികളാണ്. ദൈവത്തിന് സ്തോത്രം. സഹോദരന്മാർ വന്നു.
അവര് ധാന്യങ്ങൾ കൈക്കൊണ്ടു അവർ പോയി. ആമേൻ സ്തോത്രം. ധാന്യം കൊടുത്തവരോട് പറഞ്ഞത് അവരുടെ ദ്രവ്യമെല്ലാം അവരുടെ ആ ചാക്കിൽ തന്നെ വെച്ച് കെട്ടിവിട്, ദൈവത്തിന് സ്തോത്രം, അത് നാം എടുക്കണ്ട. അങ്ങനെ തന്നെ അവർ ചെയ്തു. അവർ കുറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ചാക്ക് അടിച്ചു നോക്കിയപ്പോൾ അവരുടെ എല്ലാം ദ്രവ്യം അവിടെ ഉണ്ട്. ആമേൻ ഹാലലുയ. അവർ ഭാരപ്പെട്ടു, അതുമായി മടങ്ങി വന്നു. അവരെ വെറുതെ വിട്ടു. എന്നിട്ട് പറഞ്ഞത്, നിങ്ങൾ 10 പേരല്ല. അവരാദ്യം പറഞ്ഞു ഞങ്ങൾ പരമാർത്ഥികളാണ്. പരമാർത്ഥികളാണെന്ന് പറഞ്ഞെങ്കിലും ഒരുവൻ എങ്ങനെയോ നഷ്ടപ്പെട്ടു. 11 പേരുണ്ട്, 12 മക്കളായിരുന്നു. ഇനി ഒരുവൻ വീട്ടിലുണ്ട്. ഇനി വരുമ്പോൾ അവനെ കൂടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അതല്ല എങ്കിൽ നിങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ദാനം ചെയ്തില്ല, മാത്രമല്ല നിങ്ങളെ ഇവിടെ കെട്ടിയിടുവാൻ ഇടയായിത്തീരും, അല്ലെങ്കിൽ ജയിലിലടയ്ക്കാൻ ഇടയായിത്തീരുമെന്ന് പറഞ്ഞു. അവർ അടുത്ത പ്രാവശ്യം അപ്പനോട് ചോദിച്ചു. നിർബന്ധമായും മൂത്തവൻ പറഞ്ഞില്ല, ഹല്ലേലൂയ, അവനെ ഞാൻ കൊണ്ടുപോയി അവനെ ഞാൻ മടക്കി കൊണ്ടുവരും, ഇല്ലെങ്കിൽ അവന് പകരം എന്റെ പ്രാണനെ ആമേൻ നീ എടുത്തുകൊള്ളാൻ പറയുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ ഹല്ലേലൂയ രൂപേന്റെ വാക്കുകളും കേട്ടു. ദൈവത്തിന് സ്തോത്രം. അവനെ കൊടുത്തുവിട്ടതായി നമുക്ക് കാണുവാൻ ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. അവനെ പറഞ്ഞയച്ചു. 12 പേരെ കണ്ടു. ജോസഫ് പൊട്ടിക്കരഞ്ഞു. വളരെ അവരെല്ലാവരും ഒരുപോലെ വന്ന് നമസ്കരിക്കാൻ ഇടയായി തീർന്നു. ആമേൻ. അതുകൊണ്ടായില്ല 11 കറ്റകളെ നമസ്കരിച്ചുള്ളൂ, ഇനി 13 നക്ഷത്രങ്ങൾ നിൽക്കുന്നു. ആമേൻ. ജോസഫ് അത് ഓർത്തു. ആമേൻ. തന്റെ അപ്പൻ ജീവിച്ചിരിക്കുന്നു അറിഞ്ഞു. അവനെ ഭവനത്തിലേക്ക് ഇവിടെ കൊണ്ടുവരുവാൻ തക്കവണ്ണം താല്പര്യപ്പെട്ടു. രാജാവ് അറിഞ്ഞിട്ട് ആമേൻ രാജാവിൻ്റെ ഒരു രഥം അയക്കുവാനിടയായി തീർന്നു. യോസഫ് അത് കൽപ്പിച്ചതുപോലെ അവർ ചെയ്തു. അടുത്ത ദിവസം ഹല്ലേലൂയ സ്തോത്രം 11 സഹോദരന്മാരും തന്റെ പിതാവും എല്ലാമായി വരുന്ന കാഴ്ച നമുക്ക് കാണുവാൻ ഇടയായിത്തീരും. ഇവിടെ വന്ന് പിതാവും സഹോദരന്മാരും എല്ലാം ഒരുപോലെ ആമേൻ യോസഫിനെ നമസ്കരിക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. കണ്ടോ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ അരുളപ്പാട്, ദൈവം കൊടുക്കുന്ന സ്വപ്നം, ദൈവം കൊടുക്കുന്ന കാഴ്ചപ്പാട് അത് വൃഥാ തള്ളിക്കളയാതെ ആമേൻ അത് പ്രാവർത്തികമാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കാത്തിരുന്ന യോസഫിന്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമായി തീരുമാനിടയായി തീർന്നു. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനാകട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അരിമത്ഥ്യക്കാരൻ യോസഫ് രഹസ്യത്തിലെ ഒരു ശിഷ്യനായിരുന്നെങ്കിലും അവന് പരസ്യമായി വെളിപ്പെടുത്താനുള്ള സമയമായപ്പോൾ അവനെ ദൈവം തന്നെ പുറത്തു കൊണ്ടുവരും, കർത്താവ് തന്നെ പുറത്തു കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, തിരുവചനം പഠിക്കുമ്പോൾ ഒരിക്കൽ എസ്തേറിന്റെ പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ എസ്തേറിനോട് മൊർദെഖായി ചോദിക്കുന്ന ചോദ്യമുണ്ട്. എസ്തേറേ, നീ ഇങ്ങനെ മൗനമായിരുന്നാൽ സാധ്യമല്ല. കാരണം ഹല്ലേലൂയ സ്തോത്രം, ഇവിടെ നിന്റെ പിതൃഭവനവും ഈ ദേശവും അതേപോലെ യഹൂദന്മാർ ഒന്നടങ്കമായി ഉന്മൂലനാശം ചെയ്യാൻ ആമേൻ രാജാവിനോട് അനുമതി വാങ്ങി, രാജാവിന്റെ മുദ്രാമോദരം കൊണ്ട് മുദ്ര ചെയ്ത് ഹാമാൻ അത് ആമേൻ വിളംബരം ചെയ്ത് കഴിഞ്ഞ് ഇന്ന മാസം 3-ാം തീയതി. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നിന്നെ രാജസ്ഥാൻ താങ്ങിയിരിക്കുന്നതിന്റെ കാരണം ആമേൻ ഈ ജനത്തിനൊരു ഉദ്ധാരണം ആവശ്യമാണ്. അതുകൊണ്ട് നീ ഈ സമയം മിണ്ടാതിരിക്കരുത്, അതിനല്ല നിന്നെ വിളിച്ചിരിക്കുന്നത് എന്ന് ആമേൻ പറയാനിടയായിട്ടു. നമുക്കറിയാം, എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ അത് വ്യക്തമായി രേഖപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. നീ ഈ സമയം മിണ്ടാതിരുന്നാൽ. ആമേൻ ഹല്ലേലൂയ. രഹസ്യമായിരിക്കുവാൻ നമുക്ക് അനവധി സമയമുണ്ട്. പക്ഷെ അതിനേക്കാൾ അപ്പുറമായി നാം നമ്മെ തന്നെ വെളിപ്പെടുത്തേണ്ട ഒരു സമയമാകും. ആ സമയത്ത് നാം മൗനമായിരിക്കുവാനല്ല നമ്മെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ആ സമയമായപ്പോൾ മൊർദെഖായി വന്ന് പറയുന്നൊരു കാര്യമാണിത്. ഹല്ലേലൂയ. എസ്തേറേ, നീ മൗനമായിരിക്കരുത്, നിനക്കിത് പ്രവർത്തിക്കാനുള്ള സമയമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നീ മൗനമായിരിക്കാതെ നീ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? നീ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും, എന്നാൽ നീ നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള കാര്യത്തിലായിട്ടല്ലോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത് എന്നാർക്കറിയാം. ദൈവത്തിന് സ്തോത്രം. ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അതുകൊണ്ടാണ് മറ്റനേക കന്യകാമാര് വന്നിട്ട് അതിൽ നിന്ന് ഏറ്റവും യോഗ്യതയുള്ളവളായി നിന്നെ കണ്ടിട്ട് രാജാവ് പട്ടമഹർഷിയായി നിന്നെ സ്വീകരിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. നീ ഏറ്റവും അധികം സ്നേഹിപ്പാൻ ഇടയായി തീർന്നു.
ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ജനത്തെ ഉദ്ധരിക്കുവാൻ നീ അവിടുന്ന് പ്രവൃത്തി ചെയ്യണമെന്ന് തന്നോട് പറയുവാൻ റെഡിയായിത്തീർന്നു. അവള് മൗനമായിരിക്കാതെ അത് ഏറ്റെടുക്കാൻ റെഡിയായിത്തീർന്നു. കർത്താവിന്റെ മക്കളെ, ഹല്ലേലൂയ, നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട സമയമാകുമ്പോൾ നാം മൗനമായിരിക്കാതെ ആ സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ നാം ഒരുങ്ങേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഉണ്ടോ? മൗനമായിരിക്കാതെ മറിഞ്ഞു നിന്ന യോസഫ്, ആമേൻ, അതുവരെ പ്രത്യക്ഷമായി വെളിപ്പെടാതിരുന്നവൻ, ആമേൻ, ദൈവത്തിന് സ്തോത്രം, സമയമായപ്പോൾ അവൻ പീലാത്തോസിന്റെ അടുക്കലേക്ക് ചെന്നു. അവിടെ ആരെയും വകവച്ചില്ല. അവൻ യേശുവിന്റെ ശരീരം ചോദിച്ചു. അതവന് കിട്ടുവാൻ ഇടയായി തീർന്നു. ആമേൻ, ഹല്ലേലൂയ. നീ നിന്നെ തന്നെ ഒന്ന് വെളിപ്പെടുത്ത്. നീ മറഞ്ഞു നിൽക്കാനല്ല, നീ രഹസ്യമായി നിൽക്കാനല്ല. ആമേൻ, ഹല്ലേലൂയ. മണവാളൻ വരാൻ കാലമായി. നമുക്ക് മറിഞ്ഞിരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഇനി നമുക്ക് നമ്മുടെ വിളക്കുകളിൽ എണ്ണ നിറയ്ക്കാം, അതൊന്ന് കത്തിക്കാം, ദീപമൊന്ന് തെളിയിക്കാം. അരുമരക്ഷകന്റെ വരവേറ്റം ആസന്നമായില്ലേ? 10 കന്യാന്മാരെ നോക്ക്. ആമേൻ, അവര് 10 കന്യന്മാർ ഒരുങ്ങിയിരുന്നവരാണ്. അവരുടെ വിളക്കുണ്ട്, വിളക്കിന് കുഴപ്പമില്ല, മനോഹരമായ വിളക്കുണ്ട്, മനോഹരമായ വസ്ത്രധാരണമാണ്, ദൈവഭയത്തിലും ഭക്തിയിലുമാണ് നിൽക്കുന്നത്. ആമേൻ, അവർക്ക് പ്രൈസ് ദി ലോർഡ് 10 പേർക്കും മണവാളനെ കാത്തിരിക്കുവാൻ അനുമതി കിട്ടിയവരാണ്. അവർ വന്നപ്പോൾ 10 പേരും വിളക്കുകളെടുത്ത് വിളക്കിൽ എണ്ണയുമായിട്ടാണ് വന്നത്. അതിൽ 5 പേര് മറ്റൊരു കാര്യവും കൂടെ ചെയ്തു. വിളക്ക് നിറച്ച് എണ്ണ കൊണ്ടുവന്നു. പുതിയ തിരിയാണ്, പുതിയ വിളക്കാണ്, നിറച്ച് എണ്ണയുണ്ട്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. വിളക്ക് കത്തിക്കാനുള്ള ഉപകരണവും അവരുടെ പക്കലുണ്ട്. എന്നാൽ 5 പേര് എണ്ണ വേറെ കരുതി. കാരണം മണവാളനെപ്പം വരുമെന്ന് അറിയത്തില്ല. തങ്ങളുടെ കയ്യിരിക്കുന്ന വിളക്ക് അണഞ്ഞു പോകാൻ ഒരിക്കലും അനുവദിക്കാതെ അത് കത്തിക്കൊണ്ടിരിക്കത്തക്ക വിധത്തിൽ അവരെണ്ണ ശേഖരിക്കാൻ ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, നിന്റെ വെക്കാനുള്ള വിളക്കുകൾ അണഞ്ഞു പോകാനല്ല, സമയമാകുമ്പോൾ അത് ഉപയോഗിക്കത്തക്ക വിധത്തിൽ പ്രകാശിപ്പിക്കണമെങ്കിൽ അതിൽ എണ്ണ ഉണ്ടാകണം. അത് നിറച്ചിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നിനയാത്ത താഴികയിൽ മനുഷ്യപുത്രൻ വരും. അതുകൊണ്ട് നീ ഒരുങ്ങിയിരിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് രാത്രി കാലം മറഞ്ഞു നിൽക്കുന്ന, രഹസ്യമായി നിൽക്കുന്ന നിനക്ക് വെളിപ്പെട്ട് വരാനുള്ള സമയമാണ്. അതുകൊണ്ട് അവൻ പരസ്യമായി വന്ന് യേശുവിനെ ശരീരം ചോദിച്ചാൽ നിനക്കത് ലഭിക്കും. യഹൂദന്മാരുടെ മര്യാദ പ്രകാരം നിനക്ക് ആ ശരീരം മറവ് ചെയ്യാൻ ഇടയായിത്തീരും. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് രഹസ്യമായിരുന്ന ശിഷ്യനെ പരസ്യമായി പ്രസംഗിക്കാൻ ഇടയായിത്തീർന്നല്ലോ. നമുക്കറിയാം യേശുവിന്റെ ശിഷ്യന്മാരിൽ കൊർന്നല്യോസിന്റെ കാര്യം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. രഹസ്യമായി താൻ നിന്നു. ആമേൻ. എങ്കിലും അവൻ ഒരു ദിവസം അവന് സ്വപ്നത്തിൽ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ് അവനോട് ഇടപെട്ടു. അവനോട് കർത്താവ് സംസാരിച്ചു. കൊർന്നല്യോസേ, ആമേൻ, നീ, ഹല്ലേലൂയ, ശൗലെന്നൊരുവനതാ ആ പത്രോസിന്റെ ഭവനത്തിൽ പാർക്കും. നീ അവിടെ ചെന്ന് അവനെ അന്വേഷിക്കുക. അവനവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അവന് കാഴ്ച വേണം. ദൈവത്തിന്റെ സ്തോത്രം. 3 ദിവസമായി അവൻ ഉപവസിച്ചും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. യേശുവിനോട് അവൻ ചോദിച്ചത്, കർത്താവേ, ഇവൻ, ആമേൻ, ദൈവത്തിന്റെ മക്കളായിരിക്കുന്നവരെ എല്ലാം ഉപദ്രവിച്ചവരല്ലേ? അല്ല, നീ ചെല്ല്, ഞാൻ ഉപയോഗിക്കാനിരിക്കുന്നൊരു പാത്രമാണ്. ആമേൻ, അവൻ എന്താകുമെന്ന് ഞാൻ നിന്നെ കാണിച്ചു തരാം. നീ ചെല്ല്, നീ അവന്റെ മേൽ കൈവയ്യ്. ഹല്ലേലൂയ. നീ രഹസ്യ ശിഷ്യനാണ്, നിന്നെ പരസ്യമാക്കാൻ പോവുക. രഹസ്യമായിരിക്കുന്നവരെ, രഹസ്യ ശിഷ്യന്മാരെ, നിനക്ക് ചില അനുമതികളെ വെളിപ്പെടുത്തുവാനുള്ള കാലമായെന്ന് ആമേൻ സമയമാകുമ്പോൾ അവൻ നിന്നെ പുറത്തു കൊണ്ടുവന്ന് ശക്തിയോട് ഉപയോഗിക്കുക തന്നെ ചെയ്യും. ആമേൻ. അവന്റെ അകത്ത് ചെന്ന് അവൻ ശൗലിന്റെ മേൽ കൈവച്ചു, അവന്റെ ശിരസിൽ കൈവച്ചു. ആമേൻ, ഹല്ലേലൂയ. ശൗലേ, ശൗലേ, കാഴ്ച പ്രാപിക്കുക എന്നവൻ പറഞ്ഞപ്പോൾ ശൗലിന്റെ കണ്ണിൽ നിന്ന് ചിദംബരം പോലെ എന്തോ നടന്നുപോയി. അവൻ കാഴ്ച പ്രാപിച്ചെങ്കിൽ ഇന്ന് ചിലരെ കാഴ്ച പ്രാപിപ്പിക്കുവാൻ, ആമേൻ, ചിലരെ, ആമേൻ, പുറത്തു കൊണ്ടുവരുവാൻ, ചിലരെ വെളിച്ചത്ത് കൊണ്ടുവരുവാൻ, ചിലരെ പ്രകാശിപ്പിക്കുന്നവരായി മാറ്റുവാൻ, ചിലരെ ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീരുവാൻ, ആമേൻ, ഹല്ലേലൂയ, കർത്താവ് ഇതിനെ തിരഞ്ഞെടുത്തിരിക്കുക. അതുകൊണ്ട് നമുക്ക് അവന്റെ വരവിനെ ഒരുങ്ങി കാത്തിരിക്കാം. ആമേൻ. അനേക ചിന്തകൾ അതിനോട് ബന്ധപ്പെട്ട് ഉണ്ട്. എങ്കിലും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ കൃപ ധാരാളമായി പകരട്ടെ. കാണാൻ മനസ്സ് കാണിച്ച എല്ലാവരോടും നന്ദിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. താല്പര്യപൂർവ്വം കടന്നു വരുന്ന എല്ലാവരെയും ക്രിസ്തു യേശുവിൽ അവരെ അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. വല്ലവരെയും നന്ദിയുണ്ട്. സ്തോത്രം. ഈ രാത്രി കാലം ചിലരൊക്കെ കടന്നു വന്നു. ആമേൻ, ഹല്ലേലൂയ,
എത്ര പേര് കാണുന്നു, എത്ര പേര് കാണുന്നു? അങ്ങനല്ല. ദൈവഹിതപ്രകാരം ആരെല്ലാം കാണാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തിന്റെ ഹിതം നിറവേറട്ടെ. കർത്താവേ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. കാണുവാൻ താല്പര്യമുള്ളവർ കാണട്ടെ, ലൈക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യട്ടെ, സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യട്ടെ. അതെല്ലാം അവരുടെ ഇഷ്ടത്തിന് വേണ്ടി കർത്താവെ അവരുടെ ഉള്ളത്തിലെ വിചാരങ്ങൾക്ക് വേണ്ടി ഏൽപ്പിക്കട്ടെ. നിന്റെ കൃപ ധാരാളമായി, ശക്തി ധാരാളമായി പകർന്ന് അനുഗ്രഹമാക്കി തീർക്കുവാൻ, ദൈവപ്രവർത്തിക്ക് ഒരുക്കുവാൻ ദൈവകൃപ കൊണ്ട് മറയ്ക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പലരും രാത്രി ഉറക്കം നഷ്ടപ്പെട്ടവരുണ്ട്. ആമേ, ശാരീരികമായ ക്ലേശം അനുഭവിക്കുന്നവരുണ്ട്. ആമേ, കടുകടുപ്പ്, അവൻ അതേപോലെ ബലക്ഷയം, വിറവല്, അങ്ങനെ ആ നിലകളിൽ ഭാരപ്പെടുന്നവര്, ആമേ, പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന അനേകരുണ്ട്. അവരെല്ലാം നീ വിടിവിക്കണമേ, എല്ലാവരെയും വിടിവിക്കണമേ, എല്ലാവരെയും വിടിവിക്കണമേ. അപ്പാ, നിന്റെ ബലത്തിന്റെ കരം കൂടിയിരിക്കണമേ. ഉറക്കമില്ലാത്ത സകലരും ഉറങ്ങട്ടെ, മാനസിക വ്യത അനുഭവിക്കുന്നവർ സകലരും അതിൽ നിന്ന് വിടിവിക്കപ്പെടട്ടെ. എന്നാ പകല് ഹല്ലേലൂയ സ്തോത്രം, സൗദിയിലായിരിക്കുന്ന പ്രിയമോന് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഇടയായല്ലോ. അവന് നിശ്ചയമായിട്ട് അവന് ലഭിച്ചിരിക്കുക, അതിനെ വാഴ്ത്തുന്നു. അവിടുത്തെ കൃപ, ശക്തി, സാധ്യം എല്ലാവരുടെ കൂടെ ഇരിക്കണമേ. ഒരനുഗ്രഹമായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ കൃപ കൂടിയിരിക്കട്ടെ. ഓക്കെ, ഓക്കെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഓ ഹല്ലേലൂയ.